എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കൽക്കിയാണ്. ഒബ്വിയസ്ലി എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത്. എന്തായാലും അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല സിനിമയാണ്, പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. നോട്ട് ഓൺലി ജസ്റ്റ് വൺ ടൈം വാച്ച്, നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിനുമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് കിടിലമാണ്. നാഗ് അശ്വിനാന്ന് തോന്നുന്നു ഡയറക്ടർ. സോ ബേസിക്കലി പുള്ളിക്കാരൻ ഇതിനകത്ത് ചെയ്തു വച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോസ്, നമ്മുടെ ബോളിവുഡിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ മാർവൽസിനോടൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് അവസാന ഘട്ടത്തോട് വരുമ്പോഴത്തേക്കാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിലോട്ട് ആ VFX എഡിറ്റിംഗ് ആയാലും കാര്യങ്ങളുടെ ഡയറക്ഷൻ ആയാലും പ്രോപ്പറായിട്ട് പോയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അട്ടർ ബോറായിരുന്നു. ബോറാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രഭാസ് മാത്രമാണ്. പതിവ് പോലെ തന്നെ പ്രഭാസ് ബാഹുബലിക്ക് ശേഷം കാണിച്ചിരിക്കുന്ന എല്ലാ കോപ്രായങ്ങളും ഇതിനകത്തുമുണ്ട്. നമ്മുടെ ആക്ഷൻ സീക്വൻസിന് ഇടയ്ക്ക് കോമഡി അടിക്കുക, പിന്നെ അതിനിടയ്ക്ക് സോങ് ഇടുക, പിന്നെ റൊമാൻസ് കാണിക്കുക. സോ ബേസിക്കലി ഈ ഒരു സിനിമയ്ക്കകത്ത് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പ്രഭാസ് ഇതിനകത്ത് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കോമഡി ഉണ്ടാക്കി അടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ആക്ച്വലി ആ ഒരു സിനിമയ്ക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ചെന്നാൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും ഈ സിനിമ വരാതിരുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കുമായിരുന്നു. അത് പ്രഭാസിന്റെ ഗുണം കൊണ്ടല്ല. സെക്കൻഡ് ഹാഫിലാണ് അമിതാഭ് ബച്ചൻ ഇൻട്രൊഡ്യൂസ് ആവുന്നതും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ആയി, സെക്കൻഡ് ഹാഫിലാണ് തിമിർത്താടുന്നത്. സോ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രായത്തിൽ കാണിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഫോണിൽ അത് നിങ്ങൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് അമിതാഭ് ബച്ചനാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണ് ഇതിനകത്ത് ആക്ഷൻ സീക്വൻസിന് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്രഭാസിന് ഇതിനകത്ത് വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. റോളെന്ന് പറഞ്ഞാൽ പ്രഭാസാണ് മെയിൻ ക്യാരക്ടർ എങ്കിലും ആക്ഷൻ സീക്വൻസ് ആയാലും പിന്നെ ആക്ടിങ് ആയാലും എന്ത് കാര്യം എടുത്തു പറഞ്ഞാലും രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി മുകളിലാണ് അമിതാഭ് ബച്ചൻ എപ്പോഴും നിൽക്കുന്നത് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രഭാസിന്റെ എല്ലാ പ്രാവശ്യമുള്ള ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. ഫൈറ്റിനിടയ്ക്ക് റൊമാൻസ് ചെയ്യുക. അതിന് പുള്ളി ഇടിച്ചേറ്റ് കൊണ്ടുവരുന്നതാണോ അതോ ഡയറക്ടർ പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളവരുടെ ക്യാരക്ടറിൽ അവർ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ പ്രഭാസ് എന്തിനാണ് ഒരു ആക്ഷൻ സിനിമയ്ക്കകത്ത് ഇടയ്ക്കൂടെ കൊണ്ടുവന്ന് കോമഡി അടിക്കുന്നത്? ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോമഡി. പിന്നെ ഇതിനകത്ത് എനിക്ക് ആകപ്പാടെന്ന് പറയുമ്പോഴത്തെ ഡയറക്ഷനകത്ത് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു എഫക്റ്റ് തോന്നാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഏത് ആക്ഷൻ സീക്വൻസ് വന്നാലും അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് താഴെ അടിച്ചു വീഴുന്ന ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ആ അടിച്ചു വീഴുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് ഇല്ല, അത് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എന്തോ തെർമോക്കോൾ എടുത്തെറിയുന്ന മാതിരിയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിൽ നമുക്കത് ഫീൽ ചെയ്തോളൂ. മേ ബി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതെല്ലാം മേക്ക് ഓവർ ചെയ്തിട്ടായിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ തന്നെ അത്യാവശ്യം നല്ല മികവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗംഭീരമായിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ അല്ലറ ചില്ലറ പോരായ്മകളുണ്ടെങ്കിലും ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. പിന്നെ തോന്നിയത് 3Dക്കകത്ത് കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിന്റെ ബാക്കിലായിട്ട് വരുന്ന കുറെ സംഭവങ്ങൾ ഫുള്ളി ബ്ലേർഡ് ആണ്. ഓക്കെ, അത് അറിയാലോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ സിനിമ ആദ്യമായിട്ടാണ്. സോ ബേസിക്കലി പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. അത് നല്ലപോലെ ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിനകത്ത് മഹാഭാരതത്തിന്റെ സീക്വൻസ് കാണിച്ചിരിക്കുന്ന മൊത്തം വേറെ ലെവലായിട്ട്, നമ്മൾ ഏതൊരു ഹോളിവുഡ് സിനിമയ്ക്കകത്ത് പോലും ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബെറ്റർ ആയിട്ടാണ് ആ സാധനം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ കോരിത്തെരിച്ചു പോകുന്ന പറയത്തില്ല, ആ ഒരു സംഭവമാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. സോ അതൊക്കെ ഇതിനകത്തുള്ളു പറയാനായിട്ട്. സിനിമ ഗംഭീര സിനിമയാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. കാരണം സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകത്തില്ലെങ്കിലും ഞാൻ നോർമലി സെക്കൻഡ് ഷോയ്ക്കാണ് പോകാറുള്ളത്. അപ്പം ഫസ്റ്റ് ഡേ എന്തായാലും ഞാൻ പോയി കാണും. എത്ര രൂപയാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഈ പ്രാവശ്യം 1000 രൂപയുടെ ടിക്കറ്റ് കിട്ടിയത് 1000 രൂപയ്ക്ക് പോയി ബുക്ക് ചെയ്തിട്ടാണ് പോയി കണ്ടത്. അടുത്ത പ്രാവശ്യം 2000 രൂപയ്ക്ക് ഇറക്കിയാലും ഞാൻ പോയി കണ്ടിരിക്കും. അത്രയ്ക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ഒരു രീതിയിലാണ് സിനിമ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ആരൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ്, ഒരു മെയിൻ ക്യാരക്ടർ ഇതുവരെ എത്തിയിട്ടില്ല, അതാണ് വിഷയം. മെയിൻ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം മെയിൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ടൈം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. കാരണം മെയിൻ ക്യാരക്ടർ കുറച്ച് വലുതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത് മിക്കവാറും. നമുക്ക് എന്തായാലും നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ പുരാണങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളൊരു പടമാണ്. ബേസിക്കലി ആ ഒരു
പുരാണമായിട്ട് ടൈപ്പ് വച്ചിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പുരാണങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പിന്നെ ഇടയ്ക്കൂടെ പറയാനുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഒരു എക്സോർസിസം എന്ന് പറയുന്ന പറഞ്ഞൊരു പടം പോയി കാണുന്നുണ്ടായിരുന്നെന്ന്. പോയി കണ്ടു. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ഹൊറർ കാണാൻ പോയിട്ട് ഡ്രാമ കണ്ടിട്ട് ഇറങ്ങിയ അവസ്ഥയായിരുന്നു. ഹൊറർ എന്ന് പറയുന്ന സാധനമാണ്, അത് കാണാൻ പോലും ഇല്ല. സോ ബേസിക്കലി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ഇടാതിരുന്നത്. റിവ്യൂ എന്തായാലും വരും, നെഗറ്റീവ് റിവ്യൂ ആണ് വരാൻ പോകുന്നത്. സോ ഒബിയസ്ലി നിങ്ങളാരും പോയി കാണേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഡിലേ ആക്കിയിട്ടാലും ഇടാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഈ സിനിമ പോയി കാണുക എല്ലാവരും. നല്ല പടമാണ്, വർത്ത് വാച്ചിങ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. 3D കാണുവാണെങ്കിൽ അത്രയ്ക്ക് ബെറ്റർ ആണ്. പിന്നെ ഒറിജിനൽ ലാംഗ്വേജിൽ കാണാൻ ശ്രമിക്കുക, തെലുങ്കിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്തായാലും എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക്സ്, സൈനിങ് ഔട്ട്.